റിസർച്ചും അതിന്റെ ഇൻട്രൊഡക്ഷൻ ഇൻ ടു മാർക്കറ്റും ആക്ച്വലി വളരെ സ്ലോ ആണ് കമ്പയർഡ് ടു അതർ മോളിക്യൂൾസ്. ഇപ്പൊ നമ്മളൊരു പ്രഷറിന്റെ ഗുളിക അല്ലെങ്കിൽ ഷുഗറിന്റെ ഗുളിക ഒരാൾ സ്റ്റാർട്ട് ചെയ്ത് അയാൾ ജീവിതകാലം മൊത്തമാണ് കഴിക്കേണ്ടത് അല്ലേ? അപ്പൊ ഒരു കമ്പനി ഒരു രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എത്ര റിട്ടേൺ കിട്ടുമോ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതാണ് നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയും, NPV. അപ്പോൾ ഒരു ഷുഗറിന്റെ ഗുളിക നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ ജീവിതകാലം മൊത്തം കഴിക്കാൻ പോവാണ്. അപ്പോൾ എത്ര റിട്ടേൺ ഫാർമയ്ക്ക് കിട്ടുമെന്ന് ആലോചിക്കുക. അതേസമയം ഒരു ഹൈ എൻഡ് ആന്റിബയോട്ടിക് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കാൻ പോകുന്നത്? നമ്മൾ ICU കിടക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ അവർക്ക് റിട്ടേൺ ഇല്ല. അപ്പോൾ ഈ ഫാർമ കമ്പനീസ് ഈ ആന്റിബയോട്ടിക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആക്ച്വലി തയ്യാറല്ല. അപ്പൊ അതുകൊണ്ട് പല ഗവൺമെന്റും ഇതിൽ ഇൻട്രസ്റ്റ് എടുത്ത് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. കഴിഞ്ഞ ഒരു 2010 ഈ US FDA പറഞ്ഞു 10 വർഷം കൊണ്ട് 10 ന്യൂ ആന്റിബയോട്ടിക് കൊണ്ടുവരണം. പക്ഷെ ഇങ്ങനെ വരുന്ന ആന്റിബയോട്ടിക് പലതും ഇന്ത്യയിൽ ലഭ്യമല്ല എന്നൊരു പ്രശ്നമുണ്ട്. അത് ഇപ്പോൾ നമ്മളെ ഗവൺമെന്റും നാഷണൽ ലെവൽ സീരിയസ് ആയിട്ട് എടുത്താണ്. ഇന്ത്യയും ഒത്തിരി റിസർച്ച് തുടങ്ങി. ഇപ്പോഴേ ഒരു ആന്റിബയോട്ടിക് ഹോസ്പിറ്റൽ അവര് ലോഞ്ച് ചെയ്തു ലൈക്ക് ദാറ്റ്. ഓക്കെ, അത് ഒരു അസ്ത്രോമൈസിന്റെ കാറ്റഗറി പെടുന്ന അസ്ത്രോമൈസ് എന്ന് പറഞ്ഞ ഡ്രഗ് ആണ്. നമ്മൾ റിസർച്ച് ചെയ്തേ പറ്റത്തുള്ളൂ. ബേസിക്കലി ഇതൊരു റേസ് ബിറ്റ്വീൻ ഒരു ബാക്ടീരിയ ആൻഡ് ഹ്യൂമൻസ് പോലെയാണ്. അതായത് നമ്മൾ ഒരു പുതിയ മരുന്ന് കണ്ടുപിടിക്കുന്നു, ബാക്ടീരിയ റെസിസ്റ്റന്റ് ആകുന്നു, അപ്പോഴേക്കും നമ്മൾ പുതിയ മരുന്ന് കണ്ടുപിടിക്കുന്നു. അപ്പൊ ഈ റെസിസ്റ്റൻസ് ആകുന്ന സ്പീഡ് നമ്മൾ കുറയ്ക്കണം. അതായത് എവല്യൂഷൻ നമുക്ക് നമ്മളെ കൊണ്ട് തടയാൻ പറ്റത്തില്ല, പക്ഷെ എവല്യൂഷന്റെ റേറ്റ് നമുക്ക് തടയാൻ പറ്റും. അതാണ് ഈ മിസ്യൂസ് ഓഫ് ആന്റിബയോട്ടിക് ഒക്കെ തടയാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ എവല്യൂഷന്റെ റേറ്റ് നമുക്ക് തടയാൻ പറ്റും. അതായത് ഈ നമ്മൾ മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തോന്നിയ രീതിയിൽ ആന്റിബയോട്ടിക് ഉപയോഗിച്ചാൽ 5 വർഷം കൊണ്ട് ഈ ആന്റിബയോട്ടിക് ഇല്ലാതാവുമായിരിക്കും. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് വാർഷിപ്പ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ 15 വർഷം ഈ ആന്റിബയോട്ടിക് നമുക്ക് ലഭിക്കും. ആ സമയം കൊണ്ട് നമുക്ക് പുതിയ ആന്റിബയോട്ടിക് കണ്ടുപിടിക്കാൻ പറ്റും. അത് റേസ് ആണ് ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് ബാക്ടീരിയ. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ ബാക്ടീരിയ വിന്നിങ് പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ റിസർച്ച് ഒക്കെ പിന്നെയും ഓഗ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇന്നോവേഷനിൽ ബിയോണ്ട് ന്യൂ ആന്റിബയോട്ടിക്സ് വേറെ എന്തൊക്കെയാണ്? ഇപ്പൊ നേരത്തെ സാർ പറഞ്ഞതുപോലെ ആ റെസിഡ്യൂവിന്റെ കപ്പാസിറ്റി അത് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടിയിട്ട് ഫോർറണ്ണിങ് എന്തെങ്കിലും? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോവിഡിനെ എടുത്താൽ മതി. കാരണം ഈ പലരും പറയുന്നത് ഒരാൾക്ക് ജലദോഷം വരുമ്പോൾ അത് ബാക്ടീരിയ കൊണ്ടാണോ വൈറസ് കൊണ്ടാണോ അറിയാൻ മാർഗ്ഗമില്ല. ഇപ്പൊ ലാക്ക് ഓഫ് ഡയഗ്നോസ്റ്റിക് അല്ലെങ്കിൽ ആക്സസ് ടു ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ കോവിഡ് സത്യം പറയുകയാണെങ്കിൽ കോവിഡിന്റെ സമയത്താണ് ആദ്യമായിട്ട് ഈ ജലദോഷത്തിന്റെ പേര് നമ്മൾ അറിഞ്ഞത് അല്ലേ? അതുവരെ ജലദോഷം വരും, അത് വൈറസ് കൊണ്ടാണോ ബാക്ടീരിയ കൊണ്ടാണോ അറിയത്തില്ല. 95% കേസസിൽ മൂക്കൊലിപ്പുണ്ടെങ്കിൽ വൈറസ് ആണെന്ന് അറിയാം, എന്നാലും ആന്റിബയോട്ടിക് ആണ് കഴിക്കുന്നത്. പക്ഷെ കോവിഡിന്റെ സമയത്താണ് നമുക്ക് ഇത്രത്തോളം മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് കപ്പാസിറ്റി വന്നത്. അപ്പൊ കേരളത്തിന് ഏത് വൈറസിനാണോ ഡയഗ്നോസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ കോവിഡ് ആണ് എന്ന് അറിഞ്ഞു, കോവിഡ് വൈറസ് ആണെന്ന് അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക് യൂസ് കുറഞ്ഞില്ല. അവിടെയാണ് പറയുന്നത്. അപ്പൊ അതൊരു എക്സ്ക്യൂസ് മാത്രമായിട്ടാണ് നമുക്ക് തോന്നിയത്. അപ്പൊ കോവിഡിന് മുന്നേ ആണെങ്കിൽ നമുക്ക് ഇത് ബാക്ടീരിയ ആണോ വൈറസ് ആണോ എന്ന് അറിയാത്തതുകൊണ്ടാണ് ആന്റിബയോട്ടിക് കഴിക്കുന്നു പറഞ്ഞു. കോവിഡിന്റെ സമയത്ത് വൈറസ് ആണെന്ന് അറിഞ്ഞല്ലോ, എന്നിട്ടും ആന്റിബയോട്ടിക് ഉപയോഗിച്ചു. അത് പേഷ്യൻസ് അല്ല ഡോക്ടേഴ്സ് എഴുതി കൊടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായി. ഓക്കെ, അവിടെയാണ് ഈ അവയർനെസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ IEC BCC ആയി മാറണം. IEC എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ, അത് BCC എന്ന് പറഞ്ഞാൽ ബിഹേവിയറൽ ചേഞ്ച് ആയി മാറണം. അതിന് സമയമെടുക്കും. അപ്പൊ ഇതിന് ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇപ്പൊ തന്നെ ഒരു പേഷ്യന്റ് സിക്കായിട്ട് ICU കയറി കഴിഞ്ഞാൽ ഈ കൾച്ചർ 48 മണിക്കൂർ കഴിഞ്ഞേ കിട്ടുള്ളൂ. അപ്പൊ എത്രയും പെട്ടെന്ന് കിട്ടാനുള്ള വേറെ നൂതന മാർഗങ്ങളുണ്ടോ? അവിടേക്കാണ് റിസർച്ച് നടക്കുന്നത്. അതായത് ആക്സസ് ടു ഡയഗ്നോസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, ആന്റിബയോട്ടിക്സ് മാത്രമല്ല ഓപ്ഷൻ. നമ്മളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള പല മെക്കാനിസം ആക്ച്വലി ട്രൈ ചെയ്യുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും അല്ല, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതൊരു കാര്യം. പക്ഷേ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ ക്യാൻസർ കീമോതെറാപ്പി എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ പ്രതിരോധ ശേഷി കുറവാണ്. അല്ല, പ്രതിരോധ ശേഷി ഉള്ള ഒരാളുടെ പ്രതിരോധ ശേഷി കൂട്ടാൻ പറ്റില്ല. പക്ഷെ പ്രതിരോധ ശേഷി കുറഞ്ഞ ഒരാൾക്ക് നമുക്ക് ഇന്റർവെൻഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും വലിയ ഇന്റർവെൻഷൻ ഒന്നാണ് വാക്സിൻസ്. ഈ വാക്സിൻസ് എടുത്തപ്പോൾ ന്യൂമോകോക്കൽ, എൽഡർലി ആൾക്കാർ ന്യൂമോകോക്കൽ വാക്സിൻ എടുക്കണമെന്ന് പറയുന്നു. ഇൻഫ്ലുവൻസ വാക്സിൻ എല്ലാ വർഷവും എടുക്കണമെന്ന് പറഞ്ഞു. വാക്സിൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് ഇൻഫെക്ഷൻ ആക്ച്വലി പ്രിവെന്റ് ചെയ്യാൻ. എക്സ്ട്രീംലി ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. എക്സ്ട്രീംലി ഡ്രഗ് റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴ് അവൈലബിൾ ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് ഒന്നും ഫലപ്രദമല്ലാത്ത ഒരു അവസ്ഥ, അങ്ങനത്തെ ഉള്ള ബാക്ടീരിയകളുണ്ട്. റിസർവ് കാറ്റഗറിയിലുള്ള ആന്റിബയോട്ടിക്സ് പോലും എഫക്റ്റീവ് അല്ലാത്ത അങ്ങനെയാണല്ലോ AMR അസോസിയേറ്റഡ് ഡെത്ത്സ് ഒക്കെ ആക്ച്വലി ഉണ്ടാകുന്നത്. ഒരു വർഷം 49 ലക്ഷം ആൾക്കാർ AMR കാരണം മരണപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ ഒത്തിരി പേര് ഈ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ഓർഗാനിസം അല്ലെങ്കിൽ എക്സ്ട്രീംലി ഡ്രഗ് റെസിസ്റ്റന്റ് ഓർഗാനിസം കാരണമാണ്. അപ്പൊ ആ ഒരു ബാക്ടീരിയകൾക്കെതിരെ നമുക്ക് എഫക്റ്റീവ് ആന്റിബയോട്ടിക്സ് ഇപ്പോഴും ഇല്ലല്ലോ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ബാക്ടീരിയോ ഫേജ് തെറാപ്പി എന്ന് പറഞ്ഞ ഒരു സങ്കേതം അത് ഒത്തിരി വർഷങ്ങളായിട്ടുണ്ട്. ഈ ബാക്ടീരിയകളുടെ ഏറ്റവും വലിയ നേച്ചറിലെ ശത്രു എന്ന് പറഞ്ഞാൽ വൈറസ് ആണ്. അപ്പൊ അതിനെ ബാക്ടീരിയോ ഫേജ് എന്ന് പറയും. അങ്ങനെ ബാക്ടീരിയോ ഫേജ് ലൈബ്രറീസ് തന്നെ ആക്ച്വലി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇന്ന ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ബാക്ടീരിയക്കെതിരെ ഇന്ന ഒരു ഫേജ് എന്ന രീതിയിൽ ലൈബ്രറീസ് തന്നെ വികസിത രാജ്യങ്ങളിൽ
ആക്ച്വലി ഉണ്ട്. അപ്പോൾ ആ ലെവലിലും റിസർച്ച് നടക്കുന്നുണ്ട്. അതായത് പുതിയ ആൻറ്റിബയോട്ടിക്സ് കൊണ്ടുവരിക, ഉള്ള ആൻറ്റിബയോട്ടിക്സിൻ്റെ കാലാവധി എത്രത്തോളം നീട്ടിക്കിട്ടാൻ വേണ്ടിയാണ് ഈ ആക്ഷൻ പ്ലാനൊക്കെ ആക്ച്വലി കൊണ്ടുവരുന്നത്. എത്രയും പെട്ടെന്ന് ഇൻഫെക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഡയഗ്നോസ്റ്റിക്സ് ഇംപ്രൂവ് ചെയ്യുക. അതുപോലെ തന്നെയാണ് ഇതേപോലെ തന്നെ വൈറസിനെയൊക്കെ ബാക്ടീരിയോഫേജ് തെറാപ്പി കൊണ്ടുവരിക, ചില രീതിയിൽ ഇമ്മ്യൂണിറ്റി ട്വീക്ക് ചെയ്യുക, ഇമ്മ്യൂണോ കോംപ്രമൈസ് ആൾക്കാരിൽ ട്വീക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു മൾട്ടി മോഡൽ അപ്രോച്ചാണ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ അവിടെ പബ്ലിക്കിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഒന്ന് സ്ട്രാറ്റജിക് പ്രയോറിറ്റി 1, അതായത് അവബോധം ഉണ്ടായിരിക്കണം. അത് നമുക്ക് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ മാത്രമേ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യകത ഉള്ളൂ എന്ന് നമ്മൾ അറിയണം. പിന്നെ സ്ട്രാറ്റജിക് പ്രയോറിറ്റി 3യിലാണ്, അതായത് രോഗപ്രതിരോധം, അതായത് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. ഒരു ഇൻഫെക്ഷൻ, ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അവിടെ അതിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ആക്ച്വലി ചെയ്യാൻ കഴിയും. മാസ്ക് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക, ഹാൻഡ് ഹൈജീൻ, ഫിസിക്കൽ ഡിസ്റ്റൻസിങ്, ലൈക്ക് ദാറ്റ്. വാക്സിനേഷൻ എടുക്കേണ്ടതാണെങ്കിൽ എടുക്കുക, ലൈക്ക് ദാറ്റ്. ഒത്തിരി കാര്യങ്ങൾ പബ്ലിക്കിന് ചെയ്യാൻ പറ്റും. 4ല് പബ്ലിക്കിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ ഈ അമൃതം എന്ന് പറയുന്നത്. അതൊരു ലെജിസ്ലേഷനാണ്. പക്ഷേ എല്ലാവർക്കും അവബോധം ഉണ്ടെങ്കിൽ ആരും ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ ആൻറ്റിബയോട്ടിക് പോയി മേടിക്കാൻ പോകുന്നില്ല. ശരിയായ അവബോധം ഉണ്ടെങ്കിൽ അവർ കറക്റ്റ് ഡോസിൽ കറക്റ്റ് ഡ്യൂറേഷൻ എന്തായാലും കഴിക്കും. ഒരിക്കൽ എഴുതി കൊടുത്ത ആൻറ്റിബയോട്ടിക് വേറൊരു അവസരത്തിൽ അതേ ആൻറ്റിബയോട്ടിക് കഴിക്കത്തില്ല. ഈ പ്രിസ്ക്രിപ്ഷൻ വേറെ ആൾക്കാരുമായിട്ട് ആക്ച്വലി ഷെയർ ചെയ്യത്തില്ല. ആൻറ്റിബയോട്ടിക്കിന്റെ എക്സ്പയറി കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കൊണ്ട് ഫാർമസീനെയോ അല്ലെങ്കിൽ ആശുപത്രിയെ ഏൽപ്പിക്കുന്നതാണ് ഈ പ്രോഗ്രാം ഫോർ റീഅപ്ടേക്ക് ഓഫ് അൺയൂസ്ഡ് ആൻറ്റിബയോട്ടിക്സ്. അവര് അലക്ഷ്യമായി അത് വലിച്ചെറിയത്തില്ല. ഇത്തരം കാര്യങ്ങളിലാണ് നമുക്ക് പബ്ലിക്കിന് ചെയ്യാൻ ആക്ച്വലി കഴിയുന്നത്. എല്ലാവരും കൂടെ ചേർന്ന്, ഇപ്പൊ റിസർച്ച് എന്ന് പറയുന്നത് പബ്ലിക്കിന്റെ പ്രയോറിറ്റി അല്ല, അത് ഗവൺമെന്റിന്റെ പ്രയോറിറ്റിയാണ്. പബ്ലിക്കിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാവരും കൂടെ ചേരുകയാണെങ്കിൽ AMRന്റെ തോത് നമുക്ക് ആക്ച്വലി കുറയ്ക്കാൻ കഴിയും.